പുതിയ പാമ്പൻ റെയിൽ പാലം രാമനവമി ദിനത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ഏപ്രിൽ 6-ന് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെത്തും. രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ദർശനം നടത്തും. രാമേശ്വരത്തേക്ക് പുതിയ പാലം വഴി കേരളത്തിൽ നിന്ന് 2 പുതിയ ട്രെയിനുകളും ഉണ്ടാകും. ഏപ്രിൽ 4-5 തീയതികളിലായി പ്രധാനമന്ത്രി ശ്രീലങ്ക സന്ദർശിക്കുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയായാകും അദ്ദേഹം രാമേശ്വരത്തെത്തുക. രാമസ്വാമി ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി ദർശനം നടത്തും. 550 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പാലം രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലമാണ്. 2.1 കിലോമീറ്റർ നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തെ ഏറ്റവും വലിയ പാലമെന്ന ഖ്യാതിയും ഇതോടെ സ്വന്തമാക്കുകയാണ്. നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പാലമാണ് പാമ്പൻ പാലം. 1915-ൽ തുറന്നുകൊടുത്ത ഈ പാലത്തിലൂടെയാണ് സിലോണിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ളവർ സഞ്ചരിച്ചിരുന്നത്. 1964 ഡിസംബറിലുണ്ടായ ചുഴലിക്കാറ്റിൽ പാമ്പൻ പാലത്തിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. എന്നിരുന്നാലും 2022 വരെ പാമ്പൻ പാലത്തിലൂടെ ട്രെയിനുകൾ കടന്നുപോയിരുന്നു. 2019-ലാണ് റെയിൽ വികാസ് നിഗം ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം ആരംഭിച്ചത്. രാമേശ്വരം തീർത്ഥാടകർക്കും ധനുഷ്കോടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതായിരിക്കും പുതിയ പാമ്പൻ റെയിൽ പാലം. പഴയ പാലത്തേക്കാൾ 3 മീറ്റർ ഉയരം കൂടുതലുണ്ട് പുതിയ പാലത്തിന്. ബോട്ടുകളും കപ്പലുകളും കടന്നു പോകുമ്പോൾ പാലം കുത്തനെ ഉയർത്തുകയും ട്രെയിൻ പോവേണ്ട സമയത്ത് താഴ്ത്തുകയും ചെയ്യും. 22 മീറ്റർ വരെ ഉയരമുള്ള കപ്പലുകൾക്ക് പാലത്തിനടിയിലൂടെ കടന്നു പോവാനാകും. പുതിയ പാമ്പൻ പാലത്തിന്റെ പണി പൂർത്തിയാകുന്നതോടെ പാമ്പൻ ദ്വീപിലേക്കുള്ള യാത്രകൾ കൂടുതൽ എളുപ്പവും സുരക്ഷിതവുമാകും. പാമ്പൻ പാലം തുറന്നു കൊടുക്കുന്നത് കേരളത്തിനും ഗുണം ചെയ്യും. നാഷണൽ ഡെസ്ക്, ജനം.